ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ശ്രീ വി എസ് അച്യുതാനന്ദൻ കോഴിക്കോട് വന്ന് കൊല ചെയ്യപ്പെട്ട ടി പിയുടെ പ്രിയപ്പെട്ട ഭാര്യയെ അന്ന് കണ്ടത് നമ്മളാരും മറന്നിട്ടില്ല. അന്ന് പാർട്ടി കൊലപാതകികൾക്കൊപ്പമായിരുന്നു, പക്ഷേ വി എസ് അന്ന് ഇരയോടൊപ്പമായിരുന്നു. ഇന്ന് ശ്രീ ഇ പി ജയരാജൻ പാർട്ടിയുടെ പുഴുക്കുത്തിനെതിരെ സംസാരിക്കുകയാണ്. സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയല്ല എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ മനസ്സെവിടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അൻവറിൻ്റെ ഇടതുപക്ഷം CPM വിശിഷ്യ CPIM എപ്പോഴും പരീക്ഷിക്കുന്നത് ഇതുപോലെയുള്ളതായ ആളുകളെ കോൺഗ്രസിനെതിരെ, ലീഗിനെതിരെ മലബാറിൽ അവർ പരീക്ഷിക്കുകയാണ്. അവർ നേരത്തെ കാഞ്ഞിരപ്പള്ളിയിൽ പരീക്ഷിച്ച ആൾ BJPയുടെ കേന്ദ്രമന്ത്രിയായ ചരിത്രമുണ്ട്. അപ്പോൾ ഈ പരീക്ഷണം അവർ തുടരുകയാണ്. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമീപനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് ചോദ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ്. ശ്രീ ഇ പി ജയരാജൻ ചോദ്യം ചെയ്യുന്നത് അത് സാർവത്രികമായി എല്ലാ ബ്രാഞ്ചുകളിലും, ലോക്കൽ ഏരിയ കമ്മിറ്റികളിലും, ജില്ലാ കമ്മിറ്റികളിലും, സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ഈ ചിന്താധാരയുണ്ട്. അത് ഇനി കൂടുതൽ രൂക്ഷമായി പുറത്തേക്ക് വരും. തെരഞ്ഞെടുപ്പിന് ഇത് വളരെ ഗൗരവമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, ഒരു തർക്കമില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇത് ഏറ്റവും പ്രത്യക്ഷമായ രീതിയിൽ നിഴലിക്കും, തർക്കം വേണ്ട. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ഇടതുപക്ഷം മത്സരിച്ചതിന് ഞാനെതിരല്ല. കാരണം മത്സരിച്ചില്ല എങ്കിൽ അത് BJPക്ക് ഗുണമാകുമോ എന്നുള്ള CPIയുടെ ചിന്തയുണ്ടാകും. ആ CPIയുടെ ചിന്ത പ്രധാനമാണ്. സ്വാഭാവികമായും അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. പക്ഷേ ടി. സിദ്ദിഖ് MLA സംസാരിക്കുകയായിരുന്നു.